ഹായ് നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. ഇന്ന് നമ്മളിവിടെ ചെയ്ത് നോക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽക്കപ്പയുടെയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻകറിയുടെയും റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്ത് നോക്കാൻ വേണ്ടി ആദ്യം നമുക്ക് നമ്മുടെ കപ്പയൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതിന് 1/2 കിലോ കപ്പയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിന് ശേഷം നമുക്ക് ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇത് വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ മീൻകറിക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 2 പച്ചമുളക്, ഒരു 1/4 സവാള, ഒരു 5-6 ചെറിയുള്ളി, 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പാകത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും എല്ലാം ചേർത്ത് കൊടുത്ത് ഇതിനെ ആ പച്ചമണം മാറണവരെ നന്നായിട്ട് വഴറ്റി ഇവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇതിനെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ കപ്പ എന്തായെന്ന് നോക്കാം. നമ്മുടെ കപ്പ ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇത് നന്നായിട്ട് വെന്ത് വന്നൊന്ന് നോക്കിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വാർന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ ഈ വെള്ളം വാർന്നെടുത്ത കപ്പ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്കൊരു കൂട്ട് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5-6 ചെറിയ ഉള്ളിയും 2-3 ക്ലോവ് വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ നന്നായിട്ട് ചതച്ച് വെച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു 200 ml തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഇത് 1/2 കിലോ കപ്പ ആയതുകൊണ്ട് 200 ml തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ നമുക്കിതിനെ സൈഡിൽ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻകറി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഉലുവയും കടുകും ഒക്കെ ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് ജിഞ്ചറും ഗാർലിക്കും കരിവേപ്പിലയും എല്ലാം ആഡ് ചെയ്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച് ആ കൂട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് ആ അരപ്പ് ഇതിനകത്തേക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് പാകത്തിന് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ. ആ വഴറ്റി എടുത്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 അതള് പുളി ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ പാകത്തിന് വെള്ളമെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം മൂടി വെച്ച്. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കണം. ഞാൻ സാൽമണാണ് ചേർത്ത് കൊടുത്തത്. നേരത്തെ തന്നെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചട്ടിയൊക്കെ ഒന്ന് നന്നായിട്ട് ചുറ്റിച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നേരം വേവിക്കണം കേട്ടോ. അതിനുശേഷം ഇത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ഇവിടെ തിളച്ച് മീൻകറിയൊക്കെ ഒന്ന് ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതിനെ വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. അതേ ഇപ്പോൾ വീണ്ടും ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല കറി നല്ല സെറ്റായി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ മീൻകറി ഇപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാൽക്കപ്പ നോക്കാം. ഇതിപ്പോൾ ഇത് നന്നായിട്ട് ആ പാൽക്കപ്പ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കുറച്ച് വറുത്തിടണം. അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കുറച്ച് ചെറിയുള്ളിയും സവാളയും ഒരു 2 കൊല്ലമുളകും എല്ലാം ഇതിനെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇതിനെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ട് നമുക്ക് നമ്മുടെ പാൽക്കപ്പയിലേക്ക് ഈ വറവിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ വറവൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ പാൽക്കപ്പ ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെങ്കിൽ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണേ. അപ്പം നമ്മുടെ പാൽക്കപ്പ മീൻകറിയും എല്ലാം ഇവിടെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൽക്കപ്പേനെ നമുക്കൊന്ന് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. പാൽക്കപ്പേനെ നമ്മൾ സെർവിങ് ഡിഷിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻകറിയും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൽക്കപ്പയും മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.